കാതരിക്ക. അപ്പൊ സെറാ സരിഗമ പതിനിശയിലേക്ക് ആർദവമായ സ്വാഗതം. നമ്മുടെ സരിഗമ തുടങ്ങുമോ വരുന്ന പാർട്ടിസിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പഠിക്കാറുണ്ട്. അപ്പൊ ഇക്കയുടെ ഒരു പാട്ടോട് കൂടി നമുക്ക് തുടങ്ങാം അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ തുടങ്ങിക്കോളൂ. ഞാൻ നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിലത്തെ. ഏത് പാട്ടാണ്? നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് മൂപ്പര് അമ്മൂമ്മ എഴുതിയിട്ടുള്ള ഒരു പാട്ട് പാടുണ്ടല്ലോ, അഗ്നിദേവനല്ലേ? എന്തും ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ പാടാം. അസറയസത്രങ്കോർത്ത ജപമാലയും കച്ചിലേന്തി. കജ്ജിലല്ല കയ്യിലേന്തി. അതന്നെ, കച്ചിലേന്തി കയ്യിലേന്തി. മനസ്സിലായി. അതിലേന്തി അഗ്നിയെ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാ സംഘമൂളി. സംഘല്ല, ശംഖ്. അതെ, സംഘമൂളി, ശംഖ്. അത് മൂളി ഇത്തിരി സ്നേഹത്തിൻ വിസാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ട്. അങ്ങനെ ആണല്ലേ? ഇക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാ. കാരണം പാട്ട് പാടുന്നവർക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാല് അക്ഷര സ്ഫുടതയാണ്. അക്ഷര സ്ഫുടത ഭയങ്കര കുറവായി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, നമ്മുടെ AR റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ഒട്ടകത്തെ എന്നുള്ളൊരു ഗാനമുണ്ട്, അതൊന്ന് കേൾക്കാം അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടപ്പോ ഈ പറഞ്ഞു ഒട്ടകത്തെയാണ്. ഒട്ടകത്തെ നമുക്ക് കേൾക്കാം. ഓക്കെ, റഹ്മാനാണല്ലേ? അറിയില്ലായിരുന്നു. AR റഹ്മാൻ. ഞാൻ ആ പാട്ട് ഞാൻ പറയാം. ഓർക്കസ്ട്ര പ്ലീസ്. 1 2 3 1 2 3. അയ്യോ, ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്ക മരങ്ങൾ നിര നിര നിര. അയ്യോ, ഇങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഇത് ഏത് ഒട്ടകമാണ് പാടിയത്? എന്ത്? ഞാൻ ഉദ്ദേശിച്ചത് തമിഴിലെ ഒട്ടകത്തെയാണ്. തമിഴിലെ ഒട്ടകത്തെ. എന്താ ഈ പറഞ്ഞത്? തമിഴിലും മലയാളത്തിലൊക്കെ ഒട്ടകം തന്നെയല്ലേ? എന്റെ പേരെന്താ? എന്റെ പേര് ചിരിക്കുട്ടൻ. തമിഴില ചിരിക്കുട്ടൻ, മലയാളത്തിലാ ചിരിക്കുട്ടൻ. അതേമാതിരി തന്നെ ഒട്ടകത്തിനും അതിനും വ്യത്യാസമൊന്നുമില്ലല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ മത്സരത്തിലെ നിയമങ്ങൾ നിങ്ങൾക്കറിയാലോ. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കും. ഓക്കെ, ചോദ്യം ഇതാണ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. അതെ, അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആശ തീർക്കാൻ പറ്റുക? ഓപ്ഷൻസ്: A, പാലത്തെ കൂടെ പോയി ആശ തീർക്കാം. B, നീന്തിപ്പോയി ആശ തീർക്കാം. C, ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ഈ ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ആലോചിച്ചാണ് ഉത്തരം പറഞ്ഞത്. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് C, ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. എപ്പോ ആശ തീർന്നെന്ന് ചോദിച്ചാൽ മതി. അല്ല, ഇപ്പൊ ഇവിടെ ഹൗസ് ബോട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇക്കൊക്കെ എങ്ങനെ ആശ തീർക്കാൻ പറ്റുക? ഹൗസ് ബോട്ടിൽ എവിടെ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ ഹൗസിൽ ബോട്ടിലുണ്ടല്ലോ. ഓ അയ്യോ, അങ്ങനെ തീർക്കാം. ഓക്കെ, ഇനി 5 രൂപയുടെ ചോദ്യമാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? A, വള്ളത്തോൾ. B, കുഞ്ചൻ നമ്പ്യാർ. C, കുമാരനാശാൻ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അതെ, അതിപ്പോ ഈ 3 ആൾക്കാരും അല്ല എന്നപ്പോ എനിക്ക് തോന്നുന്നു. എന്താ? തുഞ്ചത്ത് എഴുത്തച്ഛനും അല്ല, കുഞ്ചൻ നമ്പ്യാരും അല്ല, വള്ളത്തോളും അല്ല. പിന്നെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ റിമി ടോമി എന്ന് പറയും. അവളുടെ അത്ര തുള്ളാൻ അറിയണ ഏതെങ്കിലും ഒരാൾ ഈ ദുനിയാവിൽ ഉണ്ടോ മാനെ? ക്രിമി ടോമിയോ? റിമി ടോമി അല്ല, റിമി ടോമി. എന്ത് ചെയ്യാ? അന്റെ ചിരി കണ്ട അപ്പക്ക് നാട് ഓർമ്മ വരുമോ? അത്രക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ശരിയാണല്ലേ? ഗൃഹാതുരത്വത്തിന്റെ അല്ല, ഇക്ക് നാട്ടില് കോഴിയുടെ കച്ചവടം ഉണ്ടായിരുന്നേ. അപ്പൊ ഈ കോഴിയോള് മുട്ടടാൻ കാരണമാതിരി എന്റെ ചിരി. തിരിഞ്ഞേ നോക്കട്ടെ, തിരിഞ്ഞേ. എന്തിനാ? അല്ല, മുട്ടിട്ടുണ്ടോ നോക്കാനാ. എന്ത് ചെയ്യാറോ? അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കണ്ട, ഫൈനൽ സോങ്ങിലേക്ക് കിടക്കാം. സാധാരണ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാൻ സമയമായി. അവസാന ഗാനത്തിലേക്ക് കിടക്കാം അല്ലേ? അവസാനം പാടുന്ന പാട്ട് ഏതാണ്? ഏത് പാട്ടാ വേണ്ടി? ഏത് വേണിച്ചിലും പാടാം, ഇഷ്ടമുള്ള പാടി. ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് എന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട്, മനഃപൂർവ്വം ഞാൻ പഠിച്ചാണ്. അതെന്താ? മോഹൻലാലിന്റെ പടത്തിലത്തെ നല്ലോണം ശ്വാസം കിട്ടുന്നവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട്. ആണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ
ഹരിമുരളീരം. അയ്യോ, അത് ഒത്തിരി കാലം സാധകം ചെയ്താലേ പാടാൻ പറ്റും. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ പാടാം, തുടങ്ങാം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാം. അതൊന്നും നോക്കണ്ട, അതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു വരിയുണ്ട്, അതാണ് അതിന്റെ മധുമൊയിരാതെ അന്നേ തേടി. പാട്, പോരട്ടെ. അയ്യോ, പാടേ. ഹലോ, പോരട്ടെ. എടുത്താ പോകുന്ന വല്ലതൊക്കെ പാടിയാ പോരെ അല്ലേ? ഇനിയിപ്പോ അടുത്ത പാർട്ടിസിപ്പന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ലണ്ടനിൽ തന്നെ താമസമാക്കിയിട്ടുള്ള മിസ്റ്റർ ഫിലിപ്പോസ്. വെൽക്കം മിസ്റ്റർ ഫിലിപ്പോസ്. അയ്യോ, വന്ന വരുവുണ്ടോ? നമസ്കാരം. ഫിലിപ്പോസ് എന്നാണല്ലോ പേര്. അതെ അതെ. ലണ്ടനിൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നേഴ്സാണ്. എന്ത് നേഴ്സ്? മെയിൽ നേഴ്സ്. അപ്പൊ വൈഫോ? വൈഫ് ഫീമെയിൽ നേഴ്സ്. അയ്യോ, മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. പേ പിടിച്ചിട്ടുണ്ടാ? എന്താ അത്? അല്ല, ചിരിയാണ്ട്. അയ്യോ, അത് എന്റെ ഒരു മാസ്റ്റർ പീസാ. അത് ശരി. എപ്പിസോഡിന്റെ സമയം തേക്കണ്ട, അതിനുവേണ്ടി ചിരിക്കുക. അപ്പൊ താങ്കളുടെ ബയോഡാറ്റ ഞാൻ വായിച്ചു. ഒത്തിരി കലാരൂപങ്ങൾ അറിയാവുന്ന ആളാണെന്ന് ഞാൻ വായിച്ചു. അതെന്താ നാട്ടിൽ എന്തൊക്കെയാ സംഭവം? ഞാൻ എന്നെ പൊക്കി പറയില്ല, ഞാൻ കലാതിലകനാ. അയ്യോ, അത് പെണ്ണുങ്ങൾക്കാ പറയുന്നത് കലാതിലകം എന്നുള്ളത്. അത് പെണ്ണുങ്ങള്. കലാതിലകൻ എന്ന് പറഞ്ഞ പെണ്ണുങ്ങള്, കലാതിലകൻ എന്ന് പറഞ്ഞ ആണുങ്ങള്. അയ്യോ, ആണുങ്ങൾക്ക് പറയുന്ന കലാപ്രതിഭ. അത് പ്രതിമ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, കലാപ്രതിഭ. അല്ല, അപ്പൊ ഒത്തിരി കഴിവുകൾ, അതായത് കുച്ചിപ്പുടി, ഭരതനാട്യം, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയത്? ഒരുപാട് എനിക്ക് പോയിന്റ്സ് കിട്ടിയത് ഫ്ലൂട്ട് വായിക്കണേലായിരുന്നു. വിശ്വാസം വരില്ല അല്ലേ? ഇല്ല. പലവർക്കും സംശയം ഉണ്ടാവും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചതാ. കണ്ട, എല്ലാവർക്കും സംശയം ഉണ്ടാവും. അല്ല, ഇത് വെച്ചൊരു അഭ്യാസം ഇവിടെ കാണിക്കാവോ? ഞാനിത് സാറിന്റെ മുമ്പിൽ ലൈവായിട്ട് വായിച്ച് കാണിച്ചു തരാം. ഏതാണ്? ക്ലാസിക്കലാണോ വായിക്കാൻ പോകുന്നത്? ക്ലാസിക്കൽ ഇപ്പൊ ഏത് പട്ടിക്ക് വേണം? ദാസേട്ടന്റെ പഴയ പാട്ടുണ്ട്. ദാസേട്ടന്റെ. ഓക്കെ ഓക്കെ. തെരെ മേരെ കാമ്പി പന കൂന ആനകന്തൊരു ചേന കലാകുലാകൂ സന പുനാന. കറക്റ്റ് ബസ് സ്റ്റാൻഡ് അല്ലേ? ശരീരം ഉണ്ടായിരിക്കും. ഓക്കെ, കേൾക്കാം. ഈശ്വര രക്ഷിക്കണേ. വളരെ ഗംഭീരമായിട്ട്. ഇതിന് പോയിന്റ്സ് കൊടുക്കാൻ പറ്റില്ല. വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കും. 2 രൂപ 50 പൈസ? അതെ. ഇതിനേക്കാളും നല്ല മറ്റേ പണിയാണ്. ഏത്? ഒറ്റമൂലി. അതും കൺഫ്യൂഷൻ ആക്കി. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. അല്ലിയാമ്പൽ കടവിലെല്ലാവർക്കും പറഞ്ഞ മനസ്സിലാവണ കരയ്ക്കു വെള്ളം അവിടെ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. ചോദ്യം ഇതാണ്. ആരാണ് ഗായകൻ? അതല്ല, ചോദ്യം ഇതാണ്. ആരാണ് സിംഗർ? അയ്യോ, അതല്ല, ചോദ്യം ഇതാണ്. ഈ പാട്ട് പാടിയത് ആരാണ്? അല്ല, ചോദ്യം ഇതാണ്. അല്ലിയാമ്പൽ കടവിൽ എത്രത്തോളമായിരുന്നു വെള്ളം? അത് അതിന്റെ ലെവലാണ് പറയേണ്ടത്. മുട്ടിന് മുകളിൽ, അരയ്ക്ക് മുകളിൽ, തലയ്ക്ക് മുകളിൽ. ഈശ്വര വരണ്ടായിരുന്നു. വെള്ളത്തിന്റെ ലെവൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ 3 ഉത്തരം കറക്റ്റാ. അതെന്താ? അതായത് ഈ പറഞ്ഞ വെള്ളത്തിൽ അമിതാഭ് ബച്ചൻ ഇറങ്ങി നിന്ന അയാളുടെ മുട്ട് വരെ ഉണ്ടാവും, ഞാൻ ഇറങ്ങി നിന്ന് എന്റെ അര വരെ ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഉണ്ടപ്പക്രനെ എടുത്തിട്ട് അത് മൂടി പോവും. കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. അത് വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്ന ഒരു 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ശരിക്കും അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ ഇനി താങ്കൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു നല്ലൊരു സോങ്, അതായത് ഒരു മെയിൽ സോങ്, നല്ലൊരു സോങ്. ഞാൻ നല്ലൊരു കലാകാരനാണല്ലോ സാറേ. ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും ഫിലിപ്പോസ് അല്ല, ഒരു ഫീമെയിൽ വോയിസ് ആയിട്ടാ തോന്നുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അസലായിട്ട് ആണുങ്ങളുടെ ശബ്ദത്തിൽ ഞാൻ പാടും. ആണോ? എന്നാ പിന്നെ എന്റെ ശബ്ദത്തിൽ പാടിക്കൂടെ? ഞാൻ ആണുങ്ങളുടെ ശബ്ദത്തിൽ പാടുന്ന പറഞ്ഞത്. ആണുങ്ങളുടെ. പ്രിയമുള്ള മലയാളി സുഹൃത്തുക്കളെ, ഞാൻ പ്രഭാകരൻ. സ്റ്റാർട്സ് ഇൻ യൂറോപ്പ് എന്ന പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നതിനായി നിങ്ങൾക്കേവർക്കും സുപരിചിതരായ പ്രശസ്തരായ താരങ്ങളുമായി എത്തിയിട്ടുള്ള ഈ ഗ്രൂപ്പിൻ്റെ മാനേജരാണ് ഞാൻ. നിങ്ങളേവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സർവോപരി എൻ്റെ വ്യക്തിപരമായ
ഒരു നന്ദി നമ്മുടെ കുമാരേട്ടനോട് എനിക്ക് അറിയിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 10-20 വർഷമായിട്ട് നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കുന്ന അദ്ദേഹം നാട്ടിലെ എൻ്റെ ഒരു അയൽവാസി സുഹൃത്തുമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രഭാകര, നാട്ടിൽ നിന്ന് നീ കുറച്ച് താരങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ട് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം നീ നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിവിടെ വരാനൊരു സൗകര്യം ഉണ്ടായത്. അതുകൊണ്ട് കുമാരൻ ചേട്ടനോടുള്ള എൻ്റെ നന്ദി പ്രത്യേകം അറിയിച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിനായി വിശിഷ്ട വ്യക്തി ചാക്കോ മാഷ് ഇപ്പം തന്നെ ഇവിടെ എത്തും. അപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളുടെ ആയിട്ടില്ല, ഉദ്ഘാടനമായിട്ടില്ല. ചാക്കോ മാഷ് ഒരു 5 മിനിറ്റ് കഴിയും ചാക്കോ മാഷ് വരാൻ. അപ്പോഴത്തേക്കും നീ എന്തെങ്കിലും കുമാരേട്ട പറഞ്ഞു ഇപ്പൊ തന്നെ നേരം വഴുകി എന്ന് പറഞ്ഞ് ജനങ്ങൾ കൂക്കിയിട്ടല്ലേ ഞാൻ ഇവിടെ ഓടിയെത്തിയത്. എന്താ ചെയ്യാ, കാര്യങ്ങൾ നടക്കണ്ടേ? ആളെത്താണ്ട് എങ്ങനെ ചെയ്യാ? നിന്റെ കൂടെ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ, കലാകാരന്മാര്, അവരൊന്നും അങ്ങോട്ട് പരിചയപ്പെടുത്തുക. എന്താ കുമാരേട്ട ഈ പറയുന്നത്? ഉദ്ഘാടനം കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തിയ പിന്നെ അങ്ങോട്ട് പ്രോഗ്രാം തുടങ്ങുക, അതല്ലേ അതിന്റെ വഴി? എനിക്ക് അറിയാണ്ടല്ലോ, കാര്യങ്ങൾ നടക്കണ്ടേ? തന്നെയല്ല, നിന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വന്നവർക്കൊക്കെ കാണാലോ. അപ്പൊ എന്നെ വിശ്വാസമല്ലേ? നിന്നെ വിശ്വാസം ഇല്ലാണ്ടല്ലാന്ന് എന്നെ വിശ്വസിച്ചിട്ട് ഈ കാണുന്ന ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്തേക്കണം. തന്നെയല്ല, വേറെ കാര്യമുണ്ട്. ആ ജോർജ് കഴിഞ്ഞ തവണ ഇവിടെ ഒരു പരിപാടി നടത്തി, ഉദ്ഘാടനമൊക്കെ ഗംഭീരായി. അവസാനം നോക്കി ആർട്ടിസ്റ്റുകളെ ക്ഷണിച്ചപ്പോ ഒരൊറ്റാളില്ല. എന്താ കാരണം? പലർക്കും വിസ കിട്ടിയില്ല, ഫ്ലൈറ്റ് ഇല്ല, അങ്ങനെയില്ല. എന്തിനു പറയണു, പരിപാടി പൊളിഞ്ഞു. അവസാനം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് അതൊക്കെ പിരിച്ചുവിട്ടത് അറിയാം നിനക്ക്. ഞാൻ എന്താ ചെയ്യുന്നത്? നീ ഇപ്പൊ നിന്റെ കൂടെ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കണ്ട് പരിചയപ്പെടുത്തുക. അപ്പൊ ആൾക്കാർക്ക് ഉദ്ഘാടനം കാണാൻ ഒരു സന്തോഷം ഉണ്ടാവും. ഇതിപ്പോ ഈ പരിചയപ്പെടുത്തൽ പറഞ്ഞ ഒരു ആമുഖല്ലാണ്ട് എങ്ങനെ എന്ത് മോഹായാലും വേണ്ടിയില്ല, നന്നായിട്ട് നീ അങ്ങോട്ട് ചെയ്യാതെ തന്നെ, വേറെ വർത്താനില്ല. എന്നാ ഞാൻ ചെയ്യാം. പ്രിയമുള്ളവരെ, എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം താരങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ഉദ്ഘാടനം നടത്താമെന്നാണ് തീരുമാനിച്ചെങ്കിലും കുമാരേട്ടന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോടെല്ലാവരോടും 2 വാക്ക് സംസാരിക്കുന്നതിനായി കുമാരൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കും. ഒന്നാമത് കുമാരേട്ടൻ വിളിച്ചിട്ടാണല്ലോ ഇവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അവരേനൊന്ന് സ്വാഗതം ചെയ്താൽ നന്ദിയൊക്കെ പറഞ്ഞാൽ പരിപാടി തുടങ്ങാനായിട്ട് എല്ലാവരും ഇപ്പൊ പഠിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത്? ഒന്നാമത് നിങ്ങളുടെ ആൾക്കാരല്ലേ, 2 വാക്ക് പറഞ്ഞാൽ പരിപാടി. കുമാരേട്ടൻ 2 വാക്ക് സംസാരിക്കും. അവിടെ നിൽക്ക്, എന്തെന്നാ പറയേണ്ടത്? ആദ്യം നിങ്ങളോട് സഹകരിച്ചവരൊക്കെ ക്ഷണിക്കാറുണ്ട്. അല്ല, ബഹുമാനപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, നമ്മൾ വർഷാവർഷം നമ്മളിവിടെ കൂടാറുണ്ടെങ്കിലും ഓരോ കുട്ടികളൊക്കെ കരയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞാനിതിൻ്റെ ഇതാണല്ലോ സെക്രട്ടറി ആരാന്ന് അറിയാത്ത അവസ്ഥയായി. എന്തായാലും എല്ലാ തവണയും വളരെയധികം അതിഗംഭീരായിട്ട് സഹായിച്ചിട്ട് ആൾക്കാരാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറയല്ല. 100 പ്രാവശ്യം ഞാൻ ചങ്ങരോട് പറഞ്ഞു എവിടെ ക്ഷണിക്കണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായിട്ടാ. താൻ തന്റെ ആർട്ടിസ്റ്റുകളോട് പരിചയപ്പെടുത്തണ്ട, വെറുതെ മനുഷ്യന്മാർക്കെടുത്താൽ. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക അറിയിപ്പ്. നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെയുള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതരായ ചാക്കോ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ വന്നപ്പോഴേ തുടങ്ങി നാട് വിട്ട് ഇവിടെ അവനെ കൊണ്ടുവന്ന ശല്യം. ഇപ്പൊ വന്നപ്പോ തുടങ്ങിയ കയറ്റാൻ നല്ല ഫിറ്റാണ്. അവനോട് കയറ്റി വിടണ്ടാട്ടോ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, നമ്മുടെ ചാക്കോ മാഷ് എത്തിയിട്ടുണ്ട്. വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം. എല്ലാ തിരക്കും മാറ്റി വെച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഏതായാലും പരിപാടിക്ക് ഒരു ബ്രേക്ക് ഇട്ടുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ. നീ എന്താണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? എന്റെ പാന്റ് ഷർട്ട് എവിടെ? പാന്റും ഷർട്ടും പ്ലെയിനിൽ കയറുമ്പോ മാത്രം ഇട്ടാൽ മതി എന്നല്ലേ പറഞ്ഞു നിങ്ങൾ? അങ്ങനെ ഊരിടാ പറഞ്ഞു. തോന്നിയ വേഷത്തിലൊക്കെ കയറി വരത്ത്. കേരള അല്ല, അത് ലണ്ടൻ. അത് ലണ്ടൻ കുറച്ച് തുണി ഞാൻ എടുക്കാൻ പറ്റും. ഇവിടെ ട്രാവൽസർ വരെ ഇട്ടിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ വേലായുധ, അത് ട്രൗസർ അല്ല, ബർമുഡയാണ്. ബർമുഡന്റെ അയക്കാൻ പറഞ്ഞു. പിന്നെ അയച്ചാ പിന്നെ ഉടുക്കാം. ഇപ്പൊ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്ന്? സർക്കസ് കളിക്കാൻ. സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ട്. സർക്കസ് കളിക്കാനാ? എടാ, ഈ സ്റ്റേജൊക്കെ കെട്ടാനും ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചായയും അതും ഇതൊക്കെ എടുത്തു കൊടുക്കാനും വേഷങ്ങളൊക്കെ എടുക്കാനും അല്ലേ നിന്നെ കൊണ്ടുവന്നൊരു സഹായത്തിന്. രണ്ടിപ്പോ ഞാൻ ചെയ്യാത്ത ആൾക്ക് മാത്രമല്ല ഞങ്ങളിവിടെ സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, അങ്ങനെ സർക്കസ് കളിക്കാൻ പറ്റുമോ? പഠിച്ചു പ്രാക്ടീസ് ചെയ്ത ചാനൽ ഇവിടെ കളിക്കാൻ പറ്റൂ? നീ തെരുവിലെ മാജിക് ഒക്കെ കളിച്ച് നടന്നു വെച്ചാൽ അതൊക്കെ വന്ന് കളിക്കാനുള്ള സ്ഥലം അത്. ഇത് കേരള അല്ല, അത് ലണ്ടൻ. അത് കുറെ നേരം ഞങ്ങൾ ഇത് ലണ്ടൻ എന്ത് ലണ്ടനത്? ഒരു കള്ള് ഷാപ്പ് ഉണ്ട് അവിടെ, പുറത്തേക്ക് ഇറങ്ങിയാ മനുഷ്യന്മാർക്ക് മര്യാദക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും കൂടി പറ്റില്ല. ഇപ്രാവശ്യം വന്ന കുട്ടികൾ വരെ ഇംഗ്ലീഷ് അറിയണം.
ഒന്നാമത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോയിക്കോ, നീ നാട്ടിലേക്ക്. അതെ ഞാനേ പൂവൻ ഒന്നാമത്തെ നിങ്ങളുടെ അടുത്ത് നിൽക്കല്ലെങ്കിലേ ഇതുവരെ പണിതാ കാശും കെട്ടി. എടാ ഞാൻ എല്ലാം ശരിയാക്കാം, കാശും തരാം. നീ ഇപ്പൊ സ്റ്റേജിന്റെ പിന്നിലേക്ക് പോ. സ്റ്റേജിന്റെ പിന്നിലൊന്നും പോകാൻ പറ്റില്ല. അവിടെ സിനിമ നടന്മാരും ഒക്കെ ഇരിക്കുന്നു നിറയ്ക്കുന്നല്ല ആകെ പരിചയമുള്ളൂ. എന്നാ അവിടെ ഒരു അരികിൽ നിൽക്കാം. അവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നാട്ടിലെ നമ്മുടെ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആളാ. അപ്പൊ ഈ വക സഹായങ്ങൾക്ക് വേലായുധനിൽ പറ്റുമെന്ന് കരുതി കൊണ്ടുവന്നാണ്. നിങ്ങളൊന്നും ധരിക്കരുത്. അതെ, ബർമൂഡ് മാത്രം ധരിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഇവിടെ ഡോളറുകൾ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ഒരുപാട് ഇവർക്ക് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ശ്രീ ചാക്കോ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നാട്ടിലെ ചാട്ടുളി പോലത്തെ പ്രസംഗം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ പ്രഗത്ഭ പ്രാസംഗികനായിരുന്നു. 6-7 വർഷം റേഡിയോയിൽ കൂടി വാർത്തയെല്ലാം വായിച്ച് സുപരിചിതനായ ചാക്കോ മാഷ് ഇപ്പം നിങ്ങളോടൊപ്പം ഇവിടെ സെറ്റിലായിരിക്കുകയാണ്. എന്തായാലും ആ വ്യക്തിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കും. നമസ്കാരം. ശരി, എന്ന് പറഞ്ഞപ്പോ പണിയെടുത്ത കാശാ ചെയ്യാൻ എത്ര നേരം മാഷ ആരെയും വിളിക്കണ്ട, അവരിങ്ങോട്ട് കയറി കൊണ്ട് വരും. മാഷ ഈ ബബ്ബ എന്ന് പറയല്ലേ, വല്ല കോഴിയും കയറി കൊണ്ട് വരും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോഴാ കഴിയാന്നാവോ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മിറ്റിക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ ഊണുറക്കൊഴിച്ച് ഞാൻ പറഞ്ഞോളാം പറഞ്ഞ അവിടെ നിന്ന് നിർത്തരുത്, ആൾക്കാർ തെറ്റിയിരിക്കും. ഊണുറക്കൊഴിച്ച് നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. കൂക്കണ്ട കുട്ടികളെ കൂക്കണ്ട. മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് പൂക്കളും അവിടെ നിർത്തല് പറഞ്ഞില്ലേ, പൂക്കളും അതുപോലെ തന്നെ കുട്ടിയോളും. ഞാൻ പറഞ്ഞോളാ മാഷെ, പൂക്കളും കുട്ടികളും അത് രണ്ടും ഇനി പറയണ്ട ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഈ മൈ ഫ്രണ്ട് ഫ്രണ്ട് പ്രഭാകരനും ഈ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. നന്ദി നമസ്കാരം. നന്നായി പോടാ കുടിയ മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയി. നീ ഇവിടെ വന്ന് മൊത്തത്തിൽ കൊള്ളാക്കാനായിട്ടിരിക്കാനുള്ള അവിടെ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, നാട്ടുകാർ കയറിയപ്പോ തിരുത്തിയായിരുന്നു ഇവിടെ. നീ ഒരു കാര്യം ചെയ്ത് അങ്ങോട്ട് സ്റ്റേജിന്റെ ബാക്കൊക്കെ ഇവിടെ കലാപരിപാടികൾ തുടങ്ങാണ്. കലാപരിപാടി എന്നാ ആദ്യം എന്റെ സർക്കസ് ചെയ്തോളാം. എന്നാ ഞാൻ ഉടനെ ഞാൻ പറഞ്ഞില്ലേ വേല, ഇത് സർക്കസ് കളിക്കാനുള്ള സ്ഥലമല്ല, ഇത് കേരളമല്ല, ലണ്ടനാണിത്. നിങ്ങൾ എന്ത് വർത്താൻ ഈ പറഞ്ഞു? ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് കെട്ടിച്ചൊന്ന് കൊണ്ടുവന്നിട്ട് നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയെന്നേ. അതിന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ആൾക്കാരൊക്കെ സമ്മതിച്ച ഒരു അവസരം തരാം. അപ്പൊ പറ്റില്ല, അങ്ങോട്ട് ഇറങ്ങിയേക്ക്. ഇപ്പൊ ഡാൻസ് ആണ് പ്രിയമുള്ളവരെ. അതെ പ്രഭാരേട്ടാ, ഡാൻസ് നടക്കില്ല. അവന്റെ സർക്കസ് നടക്കട്ടെ. ഇതൊന്നും നടക്കണ കാര്യമില്ല. ഞങ്ങൾ എന്റെ സർക്കസ് വെച്ചേ സർക്കസ് സർക്കസ് കളിപ്പിക്കും. പ്രിയമുള്ളവരെ, എന്തായാലും നമ്മുടെ കുഞ്ചാക്കോ ബോബൻ നയിക്കുന്ന ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്. അതിനു മുമ്പ് നമ്മുടെ വേലായുധൻ ഒരു സർക്കസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. വേലായുധന്റെ സർക്കസ്. അപ്പൊ ഞാൻ വന്നത് എത്ര നന്നായി. സുഹൃത്തുക്കളെ, നമ്മൾ പലതരം സർക്കസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും இந்த மாதிரி ഒരു നമ്മുടെ ഇത് സർക്കസിൽ എന്ത് ചിരിക്കും നിങ്ങള്? പറയാറില്ല, കാണിച്ച പോലെ പറയാങ്ങനെ പറ്റുള്ളൂ. അത് തമിഴില് പറയാൻ കിട്ടണ്ടേ? നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലല്ലേ, വേറെ എവിടെ ഇല്ലല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കട്ട 3 സർക്കസ് നോക്കണം. ഇതാ നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഞങ്ങളതൊക്കെ പറയാറുണ്ടെങ്കിലും മിണ്ടായിരുന്ന പണ്ടാറൊക്കെ. സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഒരു മനുഷ്യ സുഹൃത്തിന് നിങ്ങളുടെ മുമ്പിൽ കാട്ടാൻ പോകുന്ന ഇത് നോക്കണം. അതെ, ഇവിടെ വന്നേ, ഒരാള് സഹായത്തിന് വേണം. എനിക്കിവിടെ വേലായുധന് സഹായത്തിന് ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങോട്ട് കടന്നു വരും. ഏതെങ്കിലും കുട്ടി നിങ്ങൾ നിന്നാ മതി. നിങ്ങളെ ഒരു പണിയില്ലാണ്ട് നിൽക്കണം ഇവിടെ. എനിക്ക് സർക്കസ് അറിയില്ല വേല. നിങ്ങൾ കാട്ടണ്ട, ഞാൻ കാട്ടിക്കൊണ്ട് നിന്നാ മതിയാ. വെറുതെ സഹായത്തിന് നിന്നാ മതി. ഇതാ അതെ, ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയുമ്പോ ഈ ബക്കറ്റ് എടുത്ത് തരഞ്ഞിട്ടാ ഈ വെള്ളം. സുഹൃത്തുക്കളെ, ഇപ്പൊ പൊണ്ടിക്കണ്ട, പറഞ്ഞിട്ട് കാട്ടിയാൽ മതി എന്ന് പറഞ്ഞില്ലേ വെറുതെ. സുഹൃത്തുക്കളെ,
ഒരേ ചാൻ വയറിന് വേണ്ടി ഒരു ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം ഇതാ നോക്കണം സുഹൃത്തുക്കളെ. നിങ്ങൾക്കുണ്ട് ആങ്ങളും പെങ്ങളുമാരും. അത് ഞാൻ പറയുമ്പോ ബക്കറ്റിലേക്ക് സുഹൃത്തുക്കളെ ഇതാ ഒരേ ചാൻ വയറിന് വേണ്ടി ഈ ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം നിന്ന നിപ്പിൽ നമ്മുടെ പ്രഭാകരേട്ടൻ കുടിച്ചു വറ്റിച്ച് കാണിച്ചു തരും. എല്ലാവരും കൈയടിക്കേ. ആര് കുടിച്ചു പറ്റിക്കണ്? അത് നിങ്ങള് അപ്പൊ ആരുടെ സർക്കസ് കളിക്കണ്? ഞാൻ കുടിക്കാൻ നിന്നാ നിനക്ക് എന്താ പണി? എനിക്ക് പറയാൻ നിൽക്കണ്ടേ? നീ പറയാൻ നിന്ന് ഞാൻ കുടിക്കല സർക്കസ്. നിങ്ങള് അത് അങ്ങനല്ല, കുറേശ്ശെ കുടിച്ചാൽ മതി. ഒരു ഇത്തിരീശ് കുടിച്ചാൽ മതി. അതായത് എനിക്കൊരു ദിവസം കുടിക്കാനും കുളിക്കാനും കൂടി ഒരു ഒറ്റ ബക്കറ്റ് വെള്ളം മതിയടാ. നിങ്ങൾ പറയുന്നേക്ക് ഞാൻ പറയുമ്പോ നിങ്ങൾ ഒരു ഇത്തിരീശ് ഈ നിനക്ക് ഒന്നും മിണ്ടാതിരിക്കട്ടെ. ഒരു ഇത്തിരീശ് കുടിച്ചാൽ മതി. എവിടേക്ക് പോണിയാള് പണ്ടാറാണ് ഞാൻ പറയുമ്പോഴത്തേക്കും. നിങ്ങൾ കുടിക്കണ്ട, ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ കുടിക്കണ്ട, ഞാൻ കുടിച്ചോണ്ട്. ഞാൻ കുടിച്ചോണ്ട് കുഴപ്പമില്ല. നീ കുടിച്ചോ, ഞാൻ എന്നെ വലിച്ചടക്കരുത്. സുഹൃത്തുക്കളെ ഇതാ ഒരു ഇത്തിരീശ് കുടിക്കാൻ പറ്റില്ല. എന്റെ അമ്മ വേണ്ടോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത്? നിങ്ങൾ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ ഇതാ ഒരേ ചാൻ വയറിന് വേണ്ടി പറ്റില്ലല്ലോ. വേണ്ട, പറ്റില്ല എന്ന് മനസ്സിലായി. സുഹൃത്തുക്കളെ ഞാൻ വേറൊരു മാജിക് കാട്ടാ, അതുകൊണ്ട് കുഴപ്പമുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നെ വലിച്ചടക്കരുത്. വേണ്ട, നിങ്ങൾ വേണ്ട, ഒരു മാജിക് കാട്ടാ. ആദ്യം ഒരു ടവൽ ഇങ്ങോട്ട് തന്നെ. അതൊക്കെ ചോദിച്ചു. സുഹൃത്തുക്കളെ ഇതാ ഒരു ചാൻ വയറിന് വേണ്ടി ഒരു മനുഷ്യ സുഹൃത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക്. ഇതെന്തത് സാധനം? ഇത് നാറിയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. സുഹൃത്തുക്കളെ ഇതാ ഒരു വാച്ച് ഇങ്ങോട്ട് കേട്ട്. ഒരു പൊട്ട വാച്ച് മതി ഇങ്ങോട്ട് ഊരത്. സുഹൃത്തുക്കളെ ഒരു ചാൻ വയറിന് വേണ്ടി ഇതാ നോക്കണം, ഒരു ടവലിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞൊരു വാച്ച്. ഇതാ നിങ്ങളുടെ ഒരു കല്ലിങ്ങോട്ട് എടുത്തേ, ഒരു കല്ലിങ്ങോട്ട് എടുത്തിട്ട് വാ. സുഹൃത്തുക്കളെ നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഒരു ചാൻ വയറിന് വേണ്ടി ഈ ടവലിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച് ഇതാ നോക്കണം, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതാ. എല്ലാവരും ഒന്ന് കയ്യടിച്ചേ. മതി 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 മതി, അവിടെ ഇരിക്കട്ടെ, കാണിച്ചതാന്ന് പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ അടുത്ത മാജിക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും കുഴപ്പമില്ല, അറിയുന്നവർക്ക് പ്രശ്നമില്ല കേട്ടോ. ഒരു ട്രിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇരുമ്പിൻ്റെ വളയങ്ങളുടെ അടുത്ത് ഇതാ നോക്കുന്നു സുഹൃത്തുക്കളെ. ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്നൊരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കുണ്ട് ആങ്ങള പെങ്ങളുമാരും. എവിടേക്കാ പോണ്? ആരുടെ ഈ രണ്ടാള്? ഞാനും. അപ്പൊ വേല ഇത് എന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സർക്കസ് അറിയില്ല. നിങ്ങൾ കാട്ടണ്ട, ഞാൻ കാട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ? ഈ രണ്ടാളെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ സർക്കസ് കാട്ടുന്നു. നിങ്ങൾ അവിടെ നിന്ന് സഹായത്തിന് നിന്നാ മതി എന്ന് പറഞ്ഞില്ലേ? ഇതാ ഈ ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ്. നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ, ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി ഒരു കയറിന്റെ ഉള്ളിൽ കൂടെ. ഒന്നാമത്തെ പണ്ടാറാട് ഞാൻ ബാഗ് എവിടെയെങ്കിലും വെക്കുമോ? 15 വയസ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ കയറിന്റെ ഉള്ളിൽ കൂടെ സുഹൃത്തുക്കളെ ഒരു ചാൻ വയറിന് വേണ്ടി രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ്. നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഇതാ നോക്കണം. എന്താ അങ്ങനെ പറ്റുമോ? രണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നെങ്കിൽ വന്നത്. ഞാൻ കാണിച്ചോളാം, നിങ്ങൾ കാട്ടിന് പറഞ്ഞു തന്നാൽ മതി. സുഹൃത്തുക്കൾ ഇതാ നോക്കണം. ഒരു ചാൻ വയറിന് വേണ്ടി രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ്. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അറിയുന്നവർക്ക് പ്രശ്നമില്ല കേട്ടോ. അവിടെ ഇരിക്കും. സുഹൃത്തുക്കളെ ഇതാ ഒരു ചാൻ വരത്തെ തിക്കും തിരക്കുണ്ടാക്കല്ലേ, പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. സുഹൃത്തുക്കളെ ഇതാ നോക്കണം. ഞാൻ പറഞ്ഞ മാതിരി കാട്ട്. ഇതാ കുത്തി കയറില്ല, ഞാൻ പറഞ്ഞ മാതിരി കാട്ട്. നിങ്ങളുടെ വലത്തെ കൈ, ഇതിൻ്റെ വലത്തെ കൈ ഇടത്ത് വലിച്ചറിയില്ല നിങ്ങൾക്ക്. പോ നിനക്ക് പറ്റ ഞാൻ തല എടുത്തല ശരിക്കിരിക്കേ. എന്താ ഉദ്ദേശം? മറ്റേ ഇരിക്കാൻ ഇരിക്കും. എടുത്ത കൈ പൊന്തല്ലേ, കൈ ഞാൻ തിരിയട്ടെ അവിടേക്ക് കൈ മേപ്പിടിക്കാൻ പറഞ്ഞു. ഇയാളെ വിളിക്കാൻ മൂട് പൊന്തിക്കണ കൊണ്ടുവന്നത് കേറടോ. ഇയാളെ എന്താ ശ്വാസം കിട്ടല്ലേ? അത് എന്ത് നോക്കിട്ടാണോ നിക്കണ? നിങ്ങൾക്കില്ല ആകളെ മക്കള് വരൂ. ഇതൊന്ന് വന്ന് മുറിക്കണോ ആരെങ്കിലും? ഒന്ന് വന്ന് മുറിക്കും പോലെ, ഇതൊന്ന് വന്ന് മുറിക്കണോ ആരെങ്കിലും? ഇറങ്ങ, ശ്വാസം കിട്ടല്ലേ? വേണ്ടാത്ത പണിക്ക് നിന്നിട്ട് അറിയില്ല പറയണ്ടോ? സർക്കസ് കഴിഞ്ഞു. എന്റെ വാച്ച് എവിടെ? വാച്ച് അവിടെ കുത്തിപൊട്ടിച്ച് കണ്ടില്ലേ ഇവിടെ ഇരുന്നിട്ട്? വില ഇത് എല്ലാ സർക്കസുകാരും അങ്ങനെയാണ്.
ആദ്യം വാച്ച് മേടിച്ച് കുത്തിപ്പൊട്ടിക്കും. പോവാൻ നേരത്ത് ഒരു കേടും കൂടാതെ ആ വാച്ച് ഇങ്ങോട്ട് തിരിച്ചു തരും. അതൊക്കെ വലിയ വലിയ സർക്കസുകാരല്ലേ പ്രഭാതേട്ടാ, ഞാൻ പഠിക്കണല്ലോ. പ്രണയകേസിന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഉടക്കി ചവിട്ടി കശക ഞങ്ങൾ രാക്ഷസി രാക്ഷസി രാക്ഷസി. കരിമഷിയിട്ട കറുത്ത തണ്ണിലെ കുറുമ്പു നോട്ടങ്ങൾ ചവിട്ടി പുറത്താകൂ രാക്ഷസി രാക്ഷസി രാക്ഷസി. എൻകരലിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. ഒന്ന് കൈയടിക്കട. എൻകരലിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. തുടക്കമിട്ടില്ല പെണ്ണെ അടുത്ത് വന്നിരുന്ന് നാട്ടെ, പിണക്കം എന്താണ് എന്റെ നിഴലക്കണതെന്താണ്, അടക്കം എന്താണ് ഹോ കൊല്ലല്ലേ പിഞ്ചല്ലേ. എൻകരലിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. നമസ്കാരം. അതെ, ഞാൻ പണ്ട് പോലെ സംഗീതം പഠിച്ചിട്ടുള്ള ആളാ. ഞാൻ അസലായിട്ട് പാടും. MS പൂണിത്ര. ആ ഒന്ന് പെട്ടെന്ന് വായിക്കുക. എൻ്റെ അമ്മേ, പണ്ടത്തെ പോലെ പാടാൻ പറ്റുന്നില്ല. പിണക്കമെന്ത് എന്തിനാണ് കിളി കൊഞ്ചലുകൾ, ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റ് കൊള്ളാനിറങ്ങാം. പിണക്കമെന്ത് എന്തിനാണ് കിളി കൊഞ്ചലുകൾ, ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റ് കൊള്ളാനിറങ്ങാം. ഇമെയിലിൽ കത്തെഴുതാം, ഇന്റർനെറ്റിൽ നോക്കി വരാം. ഇമെയിലിൽ കത്തെഴുതാം, ഇന്റർനെറ്റിൽ നോക്കി വരാം. പഠിത്തമൊക്കെയും പടത്തി വെച്ചിട്ട് കടൽ തീര ചെന്ന് തിരകളന്നടി രാക്ഷസി രാക്ഷസി രാക്ഷസി. എൻകരലിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. എന്റെ അമ്മോ, വല്ലാതെ കളിക്കല്ലേ പിശാചി മോറേ, കൊല്ലും ഞാൻ. രാക്ഷസി രാക്ഷസി. പണ്ടത്തെ പോലെ പാടാൻ പറ്റില്ല, ശബ്ദം കംപ്ലീറ്റ് അടഞ്ഞു പോയി. ഹായ്, പണ്ടത്തെ പാട്ടെല്ലാം മാനം നോക്കി നടക്കണം, ഇന്നത്തെ സ്വപ്നങ്ങൾ റോക്കറ്റേറി കാണണം. നമുക്ക് ചുറ്റണം ഇടയ്ക്കിടയ്ക്കൊരു കോള കുടിക്കണം, ആടി തുടിക്കണം. രാക്ഷസി രാക്ഷസി ഷിറ്റസി. എൻകരലിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. തുടക്കം വിട്ടില്ലേ പെണ്ണെ അടുത്ത് വന്നിരുന്ന് നാട്ടെ, പിണക്കം എന്താണ് എന്റെ നിഴലക്കണതെന്താണ്, അടക്കം എന്താണ് ഡി പന്നി കൊല്ലല്ലേ പിഞ്ചല്ലേ. എൻകരലിൽ താമസിച്ച മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. എൻകരലിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി രാക്ഷസി രാക്ഷസി. താങ്ക് യു.